വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. അത് ശബരിമല യുവതി പ്രവേശന കേസുമായി ബന്ധപ്പെട്ടാണ്. ഈ കേസിൽ NSS ഉന്നയിച്ച വാദത്തിനെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ ക്ഷേത്രങ്ങളിൽ ആരാണ് പ്രവേശിക്കേണ്ടതെന്ന് ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് തീരുമാനിക്കേണ്ടത് എന്ന വാദത്തെയാണ് ബോർഡ് എതിർത്തത്. വിവരങ്ങളുമായി ബി ബാലഗോപാൽ. ബാലു, ഈ വിലക്ക് അംഗീകരിക്കാനാവില്ല എന്നതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പറയുന്നത്. എന്താണ് ദേവസ്വം ബോർഡിന്റെ ഈ വിഷയത്തിലുള്ള വാദം, അവരുടെ അഭിപ്രായം? ശ്രീജ, ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വാദം സുപ്രീം കോടതിയിൽ ആരംഭിക്കാനിരിക്കുകയാണ്. അതിനിർണായകമായ നീക്കം ഇപ്പോൾ ബോർഡിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വ്യാഴാഴ്ച NSSന് വേണ്ടി CS വൈദ്യനാഥൻ, സീനിയർ അഭിഭാഷകനും ഭരണഘടനാ വിദഗ്ധനുമായ CS വൈദ്യനാഥനായിരുന്നു കോടതിയിൽ ഹാജരായി ഈ യുവതീ പ്രവേശന വിഷയത്തിൽ NSS ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നത്. അതിൽ CS വൈദ്യനാഥൻ തന്റെ വാദം ഉന്നയിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഡിനോമിനേഷണൽ ക്ഷേത്രങ്ങളിൽ, അതായത് ഒരു പ്രത്യേക മതവിഭാഗവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിൽ ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് തീരുമാനിക്കേണ്ടത് അവിടെ ആരൊക്കെ പ്രവേശിക്കേണ്ടത്, അല്ലെങ്കിൽ ആർക്കൊക്കെ പ്രവേശനം അനുവദിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കേണ്ടത് എന്ന കാര്യത്തിൽ അവരാണ് തീരുമാനിക്കേണ്ടത്, ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് തീരുമാനിക്കേണ്ടതെന്നായിരുന്നു CS വൈദ്യനാഥൻ NSSന് വേണ്ടി സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നത്, സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നത്. ഇത് അന്ന് തന്നെ ജസ്റ്റിസ് BV നാഗരത്ന, ഭരണഘടനാ ബെഞ്ചിലുള്ള ജസ്റ്റിസ് BV നാഗരത്ന ഇതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ NSSന്റെ വാദത്തോട് അതിശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി 8 പേജുള്ള ഒരു നോട്ട് സുപ്രീം കോടതിക്ക് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. കാരണം സിംഗ്വി അദ്ദേഹത്തിന്റെ നോട്ട് നേരത്തെ തന്നെ, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ NSS ഉന്നയിച്ചിരിക്കുന്ന ഈ പ്രത്യേക വിഷയത്തിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക നോട്ടാണ് ഡോക്ടർ അഭിഷേക് മനു സിംഗ്വി ഇന്ന് രാവിലെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്കായി ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിലക്ക് പൊതുക്ഷേത്രങ്ങളിൽ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ജാതി, അതുപോലെ തന്നെ വർഗം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിലക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നും അഭിഷേക് മനു സിംഗ്വി സുപ്രീം കോടതിയിൽ എഴുതി നൽകിയിരിക്കുന്ന ഈ നോട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നോട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ വിലക്ക് പാടില്ല എങ്കിൽ കൂടിയും ക്ഷേത്ര ആചാരങ്ങൾ പാലിക്കാൻ അവിടെ പ്രവേശിക്കുന്നവർ, അതായത് ഉള്ളിൽ പ്രവേശിക്കുന്നവർക്ക് അവിടുത്തെ ആചാരങ്ങൾ പാലിക്കാനുള്ള പൂർണ്ണ ബാധ്യത ഉണ്ട് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശബരിമലയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഈ കുറിപ്പിന്റെ ഏറ്റവും അവസാനം ഡോക്ടർ അഭിഷേക് മനു സിംഗ്വി വ്യക്തമാക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അയ്യപ്പൻ, അതുകൊണ്ട് തന്നെ അവിടെ യുവതീ പ്രവേശന വിലക്ക് അനിവാര്യമാണ്, അത് ഒരു കാരണവശാലും മാറ്റരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും സുപ്രധാനമായ കാര്യം NSSനെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ ഈ കുറിപ്പ്, അല്ലെങ്കിൽ ഡോക്ടർ അഭിഷേക് മനു സിംഗ്വി ഈ നോട്ട് കൈമാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ആ സാഹചര്യത്തിൽ NSSനെയും ഇനി വിമർശിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും ഇനി പരിമിതികളില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല എന്നതാണ് മറ്റൊരു സുപ്രധാനമായ കാര്യം. ഇന്ന് അഭിഷേക് മനു സിംഗ്വി തന്റെ വാദം കോടതിയിൽ ഉന്നയിക്കുമ്പോൾ NSSന് വേണ്ടി CS വൈദ്യനാഥൻ ഉന്നയിച്ച വാദങ്ങളെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള വാദങ്ങളായിരിക്കും കോടതിക്ക് മുമ്പാകെ അദ്ദേഹം ഉന്നയിക്കുവാൻ വേണ്ടി പോകുന്നത്. ശ്രീജ.